സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ മുഖ്യ രക്ഷാധികാരി, ഏറ്റവും ബഹുമാനപ്പെട്ട ആദരണീയനായ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി അവരുകളെ, EMI വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ, ഏറ്റവും ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ ജെയിംസ് മുല്ലശ്ശേരി, നമ്മൾ ഇന്ന് ആദരിക്കുന്ന സമാദരണീയനായ ഡോക്ടർ CP മാത്യു സാർ, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെയും സദസ്സിലുള്ള സ്വാമിമാരെയും വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും നിങ്ങൾക്കേവർക്കും എൻ്റെ ഏറ്റവും വിനീതമായ നമസ്കാരം. വിദ്യാഭ്യാസം കൊണ്ട് ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ സേവനം എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂട്ടായി ഇവിടെ ഇരിക്കുന്നത് അറിവിലൂടെ സമൂഹത്തെ സേവിക്കുന്നതിനുള്ള ഒരു മാർഗം എന്ന നിലയിലാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപം കൊള്ളുകയും ഏതാണ്ട് ചരിത്രത്തോടൊപ്പം തന്നെ നമ്മുടെ ഹാരപ്പ മോഹൻജദാരോ സംസ്കാരത്തോടൊപ്പം നിലകൊള്ളുകയും ചെയ്ത സിദ്ധവൈദ്യ പാരമ്പര്യത്തെ, കനൽ മൂടിക്കിടന്ന ഈ ഒരു പാരമ്പര്യത്തിൻ്റെ അറിവിൻ്റെ അക്ഷയ രത്നങ്ങളെ പൊടിതട്ടിയെടുക്കുന്നതിനും ശാന്തിഗിരി ആശ്രമവും ഗുരുവിൻ്റെ ആ ഒരു വലിയ സങ്കല്പത്തെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിനു വേണ്ടി സമർപ്പിതമായ ജീവിതത്തോടുകൂടി മുമ്പോട്ട് വന്ന എൻ്റെ ഏറ്റവും ആത്മസുഹൃത്തായ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വിയെയും ഇതിൻ്റെ സംഘാടകരെയും ഞാൻ ആദ്യമായി ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഇത് വലിയൊരു സേവനത്തിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒരു വർഷം മുമ്പാണ് ഞാൻ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ വൈസ് ചാൻസലറായിട്ട് ഉത്തരവാദിത്വം ഏൽക്കുന്നത്. 6 മാസം മുമ്പ് ഞങ്ങൾ പുതുപ്പള്ളിയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ വൈറോളജി റിസർച്ച് എന്ന പേരിൽ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. പിന്നെ ഇവിടെ വന്നിട്ട് ചിത്തവൈദ്യത്തെക്കുറിച്ചുള്ള ഒരു പ്രാരംഭമായ പഠനം നടത്തിയപ്പോഴാണ് ഞങ്ങൾ തുടങ്ങി വെച്ചതും ഈ സിദ്ധവൈദ്യ പാരമ്പര്യം തുടർന്നുകൊണ്ട് പോരുന്നതും ഏതാണ്ട് ഒരേ ലക്ഷ്യങ്ങളോടുകൂടിയുള്ള യാത്രയാണ് എന്ന് മനസ്സിലാകും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് വർഷകാലത്ത് മഴക്കാലത്തുണ്ടാകുന്ന വൈറസുകളുടെ വളർച്ചയും ജലജന്യമായ ഇതിൻ്റെ വളർച്ചയും അതിൻ്റെ രോഗങ്ങളുമാണ്. 2 ഗവേഷണങ്ങളാണ് മഹാത്മാഗാന്ധി സർവകലാശാലയും ലക്ഷ്യം വെക്കുന്നത്. ഒന്ന് വൈറോളജി റിസർച്ചും മറ്റൊന്ന് ഇമ്മ്യൂണോളജിയുമാണ്, പ്രതിരോധ ശേഷിയുടെ വർധനം. സിദ്ധവൈദ്യവും ഏതാണ്ട് അതേ വഴികളിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കേരളത്തിലെ സർവകലാശാലകളുടെ മുഴുവൻ സംയുക്ത ഗവേഷണ കേന്ദ്രമായ പുതുപ്പള്ളിയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ വൈറോളജി റിസർച്ച് സെന്റർ ശാന്തിഗിരി മെഡിക്കൽ കോളേജുമായി ചേർന്നുകൊണ്ട് കേരളത്തിലെ അവർ തുടർന്നു പോരുന്ന ആ ഒരു പഠന പ്രക്രിയയിൽ ഞങ്ങളുടെ എല്ലാവിധമായ സഹകരണവും നേതൃത്വവും സാമ്പത്തികമായി പോലുമുള്ള പരസ്പര സഹകരണവും ഉണ്ടാകുമെന്നും യോജിച്ച് മുമ്പോട്ട് നീങ്ങുവാനുള്ള തീരുമാനമെടുക്കണമെന്നും ഞാൻ ഇവിടെ അഭിമാനപൂർവ്വം ബഹുമാനപ്പെട്ട സ്വാമി ജ്ഞാനതപസ്വിയോട് അപേക്ഷിക്കുകയാണ്. ഭാരതത്തിലെ തനത് ചികിത്സാ ശാസ്ത്രങ്ങളിൽ ഏറ്റവും പൗരാണികമാണ് സിദ്ധവൈദ്യം എന്ന് പറയുന്നത്. നമ്മുടെ തനതായ ഒരു ചികിത്സാ ശാസ്ത്രം 18 സിദ്ധന്മാരിൽ അഗസ്ത്യ മഹർഷി ഉൾപ്പെടെയുള്ള ആചാര്യന്മാരുടെ സംഭാവനയായി തുടർന്നു വന്ന മഹത്തായ ഒരു ചികിത്സാ പദ്ധതിയാണ്. പൂർണ്ണത എന്നാണ് സത്യത്തിൽ സിദ്ധ എന്ന പദത്തിന് നമ്മൾ അർത്ഥം കൽപ്പിക്കുന്നത്. പൂർണ്ണമായ ഒരു ചികിത്സാ പദ്ധതി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ദ്രാവിഡ സംസ്കാരത്തിൽ ഉദയം ചെയ്തിരുന്നു എന്നുള്ളതും തനതു സംസ്കാരത്തിന്റെ തുടർച്ചയായിട്ട് ഇന്നും
നമ്മൾ നിലനിർത്തുന്നുവെന്നുള്ളതും ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. കായകൽപ്പവും മർമ്മ ചികിത്സയുമാണ് സിദ്ധവൈദ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട രണ്ട് സമീപനങ്ങൾ എന്ന് പറയുന്നത്. സമ്പൂർണമായ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് കായകൽപ്പം മുമ്പോട്ട് പോകുമ്പോൾ അസ്ഥി നാഡി രോഗങ്ങൾക്ക് ഉള്ള അവസാന വാക്കായി ഇന്നും സമൂഹത്തിലും ചികിത്സാ പദ്ധതിയിലും അലോപ്പതി കടന്നു വരുമ്പോഴും നമ്മുടെ ഈ ഒരു സിദ്ധ ചികിത്സാ പദ്ധതി നിലനിൽക്കുന്നുവെന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് സമീപകാലത്ത് ആരോഗ്യവും പ്രതിരോധവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മുൻപോട്ട് വെച്ച വലിയ ഒരു സമീപന രീതിയായിരുന്നു യോഗ എന്ന് പറയുന്നത്. സർവകലാശാലകളിൽ ഞങ്ങളുടെ കീഴിലുള്ള 395 കോളേജുകളിലായി 6 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഒരേ കേന്ദ്രത്തിൽ ഒരേ ലക്ഷ്യത്തോടുകൂടി നിന്നുകൊണ്ട് ഈ യോഗ പദ്ധതിയിൽ ഞങ്ങൾ ഭാഗമാക്കാവുകയുണ്ടായി. എന്നാൽ തെറാപ്യൂട്ടിക് യോഗ എന്ന് പറയുന്ന സിദ്ധവൈദ്യത്തിന്റെ ചികിത്സാ പദ്ധതിയും അതിൽ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി രോഗപ്രതിരോധത്തിനും രോഗചികിത്സയ്ക്കുമായുള്ള യോഗ പദ്ധതിയെ കൂടി ഗൗരവത്തോടുകൂടി സമീപിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ഞാൻ ഇവിടെ മുമ്പോട്ട് വെക്കുകയാണ്. ശാന്തിഗിരി ചികിത്സാ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത് തമിഴ്നാട്ടിൽ മാത്രമായി പടർന്നു നിന്നിരുന്ന സിദ്ധ ചികിത്സാ പഠന കേന്ദ്രം കേരളത്തിലേക്ക് പറിച്ചു നട്ടത് ശാന്തിഗിരി ആശ്രമമാണ്. ശാന്തിഗിരിയിൽ ആരംഭിച്ച ഒരു കേരളത്തിലെ ആദ്യത്തെ സിദ്ധ മെഡിക്കൽ കോളേജ് 2002 ആരംഭിക്കുകയുണ്ടായി. 600 ഡോക്ടർമാരെയാണ് നമ്മൾ സമൂഹത്തിന് സംഭാവന ചെയ്തിരിക്കുന്നത്. ഇവരുടെ സേവനമെന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. അലോപ്പതിയുടെ വളർച്ച എന്ന് പറയുന്നത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആളുകളുണ്ടായിരുന്നു, അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടനയും സംവിധാനവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചികിത്സാ രീതികൾ ഉണ്ടായിരുന്നു, അതിന്റെ ഒരു സംലഭ്യത, റീച്ച്, ആക്സസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സിദ്ധവൈദ്യം വളരണമെങ്കിൽ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ സിദ്ധവൈദ്യത്തിന്റെ ഡോക്ടർ അനുസാരി ചൂണ്ടിക്കാട്ടിയതുപോലെ സിദ്ധവൈദ്യത്തിന്റെ ആക്സസ്, ലഭ്യത നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ കൈകളിലാണ് ഈ ഒരു സിദ്ധ ചികിത്സാ പദ്ധതി ഏൽപ്പിച്ചിരിക്കുന്നത്. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സമൂഹം ഇന്ന് അലോപ്പതി മറ്റു ചികിത്സാ രീതികൾ അവരെ പരാജയപ്പെടുന്ന മേഖലകളിൽ വളരുന്നതിനും ഉയരുന്നതിനും ഈ ഒരു ചികിത്സാ പദ്ധതിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുതുല്യനാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ CP മാത്യു സാറിന്റെ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയിൽ 4000-ഓളം തിരസ്കരിക്കപ്പെട്ട എല്ലാ ചികിത്സാ പദ്ധതികളും പുറന്തള്ളിയ ക്യാൻസർ രോഗികളെ ചികിത്സിക്കുന്നതിന്, പുനരധിവസിപ്പിക്കുന്നതിന്, ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരുന്നതിന് ബഹുമാനപ്പെട്ട CP മാത്യു സാർ ഒരു സമർപ്പിതമായ ഒരു ജീവിതമാണ് ഇന്ന് നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചികിത്സാ പദ്ധതിയിൽ പരമ്പരാഗതമായ അലോപ്പതിയുടെയും ആയുർവേദത്തിന്റെയും മാത്രമല്ല യുനാനി, ഹോമിയോ, യോഗ എന്നിവയുമെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ആയുഷ് ചികിത്സയെക്കുറിച്ച് ആധികാരികമായി അദ്ദേഹം തന്റെ ചികിത്സാ പദ്ധതിയിലൂടെ സംസാരിക്കുകയും തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു സേവനത്തെ ഈ ഒരു വേദിയിൽ വെച്ചുകൊണ്ട് സിദ്ധ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആദരിക്കുന്നുവെന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇത്രയും വിലപ്പെട്ട സംഭാവന നൽകിയ വൈദ്യശാസ്ത്ര രംഗത്തെ ഗുരു പര്യനെ, ഈ ആചാര്യനെ ആദരിക്കുന്നതിന് നിങ്ങൾ കാണിച്ച ഈ മഹാമനസ്കതയ്ക്ക് ഞാൻ വളരെ വിനയപൂർവ്വം ഇവിടെ നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ്. സിദ്ധ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ഡോക്ടർ വല്യത്താനെയും അതിന്റെ നേതൃസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഈ ചികിത്സാ പദ്ധതി കേരളത്തിന്റെ പരമ്പരാഗത രോഗങ്ങൾക്കും സാംക്രമിക രോഗങ്ങൾക്കും എപ്രകാരം ഫലപ്രദമായി വിനിയോഗിക്കാമെന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും പഠനങ്ങളും നടന്നു വരികയാണ്. ഭാവിയിൽ കേരളത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിന് മുമ്പിൽ തന്നെ നമ്മുടെ ദ്രാവിഡ സംസ്കാരത്തിന്റെ സംഭാവനയായ ഈ സിദ്ധ ചികിത്സാ പദ്ധതി അതിന്റെ എല്ലാവിധമായ ശക്തിയും സമാഹരിച്ചുകൊണ്ട് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയും സമൂഹ നന്മയ്ക്ക് വേണ്ടിയും സർവ ലോക സമൃദ്ധിക്ക് വേണ്ടിയും ലോകത്തിന്റെ ആരോഗ്യവും അവരുടെ ജനങ്ങളുടെ ജീവിതവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഈ പദ്ധതി സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി വിനയപൂർവ്വം പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.